അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി കലക്കി വാഴയിലയിലൊന്ന് ഒഴിച്ചു നോക്കൂ. അപാര ടേസ്റ്റ് ആട്ടാ. വെറും 2 മിനിറ്റിനുള്ളിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ. നല്ല റാഗിപ്പൊടി വെച്ചിട്ടുള്ള അടയാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലേ റാഗിപ്പൊടിയുടെ ഒരുപാട് ഗുണങ്ങൾ. റാഗി, മുത്താറി, പഞ്ഞിപ്പുല്ല്, ചൊളാണ്ടി എന്നിവയിലൊക്കെ അറിയപ്പെടുന്ന ചെറുധാന്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടാണല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ അടിപൊളിയായിട്ടുള്ളൊരു അട റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അട റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് റാഗിപ്പൊടി ഞാനിതൊരു സ്റ്റെയിനറിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. റാഗിപ്പൊടി എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് പൊടിച്ച ശർക്കര കിട്ടണമെങ്കിൽ അതെടുക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇടിക്കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ശർക്കര ഇതിലേക്ക് ചീവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരല്പം ഏലക്കയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ഇതിനെ റാഗിപ്പൊടി, പഞ്ഞിപ്പുല്ല്, ചൊളാണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ചെറുധാന്യമാണ് കേട്ടത്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങൾ ഒത്തിരിയേറെ അറിയാവുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് അപ്പോൾ ഇതാ നമ്മൾ കൈ വെച്ച് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി നമ്മുടെ ഇലയിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒലിച്ചു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് വെള്ളമൊഴിച്ച് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മളിത് കോരി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം. ആ ഒരു രീതിക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഞാനെടുത്ത വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത്ര പോലെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഇല നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിക്ക് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വാട്ടിയെടുത്ത ഇലയിലേക്ക് നമുക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് വെച്ച് എടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തങ്ങ് എടുക്കാം. ഈ രീതിയിൽ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഞാനിത് ഇതേപോലെ സ്റ്റീമറിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ സ്റ്റീമറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റാഗിപ്പൊടി വെച്ചിട്ടുള്ള അട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണിത്. അപ്പോൾ ഇതാ നമ്മുടെ റാഗി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പമല്ലേ. നമ്മുടെ മക്കൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അതേപോലെ തന്നെ അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമുക്കിത് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ് നമ്മളിന്നിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.